ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും സർവ്വകഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും വിശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യവതികളും ഉന്മേഷവതികളും സന്തോഷവതികളും ഈശ്വരവിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി. പോയ വീഡിയോകളിൽ പറഞ്ഞു, സ്വർഗവും നരകവുമെല്ലാം ഭൂമിയിൽ തന്നെ ആണ്. എന്താണ് സ്വർഗം? ആയതുപോലെ തന്നെ മറ്റൊരു മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ മദ്യപ്പുഴയുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വർഗത്തിലുള്ള മദ്യപ്പുഴൻ്റെ ആ കാവ്യം, ആ രചന നേരാംവണ്ണം പറഞ്ഞു കൊടുക്കാനായിക്കൊണ്ട് ഇന്നുള്ള ആയതിലുൾപ്പെട്ട ആളുകൾക്ക് അറിവില്ലാതെ പോയി എന്ന് മനസ്സിലാക്കുന്നു. സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയുന്ന മദ്യപ്പുഴ, അതൊരു മനുഷ്യൻ ജനിച്ച് ആ മനുഷ്യനായി തന്നെ അവൻ വളർന്ന് ആ മനുഷ്യനായി തന്നെ പോകുമ്പോൾ അവന് സ്വർഗത്തിൽ മദ്യപ്പുഴ ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതായിട്ടുള്ളൊരു മദ്യമല്ല. ആ മദ്യം എന്തെന്നാൽ മദ്യപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലിരിക്കുന്ന കാലം എത്ര വിലപിടിപ്പുള്ള മദ്യവും കുടിച്ചാൽ ആയതിൽ നിന്നും കിട്ടാത്തതായിട്ടുള്ള ആനന്ദ അനുഭൂതി കിട്ടുന്ന ഒരു മദ്യപ്പുഴയാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കുപ്പിയിലാക്കി ഗ്ലാസ്സിൽ വെള്ളം ചേർത്ത് കുടിക്കുന്ന മദ്യത്തിനെ പറ്റിയല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെ പറഞ്ഞ മദ്യപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ളത് ലഹരിയാണ്, ആനന്ദ ലഹരിയാണ്. അതിന് മദ്യവും വേണ്ട, മയക്കുമരുന്നും വേണ്ട, യാതൊന്നും വേണ്ട. അത് നമ്മൾ പ്രപഞ്ചബോധമായിട്ട് നമ്മുടെ ബോധം സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായി ജീവിക്കുന്നവനിൽ ഉണരുമ്പോൾ അവരിലേക്ക് വരുന്ന ലഹരിയാണ് പരമാനന്ദ ലഹരി. അല്ലാതെ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മദ്യപ്പുഴ ഒഴുകാനും സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അല്ലാത്തൊരു സ്ഥലം വേറെ ഇല്ല, അത്രേ പറയുന്നുള്ളൂ. അത് നരകവും ഇവിടെ തന്നെ. എന്താ നരകം? ഈ മദ്യപ്പുഴയുടെ സ്ഥാനത്ത് അഴുക്കുള്ള വെള്ളങ്ങളും അഴുക്കുള്ളതായിട്ടുള്ള എന്തെല്ലാമാണോ നമ്മൾ വെറുക്കുന്നത് ആയതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പുഴ ഉണ്ടാവും എന്ന് പറയുന്നു. അതെന്താണ്? കലങ്ങിയ വെള്ളം, ചോര മലങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുഴയാണ്. ആയതിൽ നമ്മൾ നീന്തേണ്ടി വരും. നീന്തം മുടിഞ്ഞ് ആ വെള്ളം തന്നെ കുടിക്കേണ്ടി വരും. ആയതിൽ തന്നെ നമ്മളെ ജീവിതം പൊലിയേണ്ടി വരും എന്ന് പറയുന്നു. ജലം കൊണ്ടും ചലം കൊണ്ടും മലം കൊണ്ടും മൂത്രങ്ങൾ കൊണ്ടും രക്തങ്ങൾ കൊണ്ടും പഴുപ്പുകൾ കൊണ്ടും ഉണ്ടായി വന്നിട്ടുള്ള പുഴ. ആ പുഴയിൽ നമ്മൾ വീണ് ആ പുഴയിൽ കൂടെ നമ്മൾ നീന്തുമ്പോൾ ആ നീന്തം അറിയാതെ മുറിഞ്ഞു പോകും. പിന്നീട് നീന്താൻ പറ്റാതെ ആകുമ്പോൾ നമ്മളത് തന്നെ കുടിക്കുകയും അതിൽ തന്നെ കിടക്കുകയും അതിൽ തന്നെ പോവുകയും ചെയ്യുമെന്ന് പറയുന്നു. അതാണ് വിവരം. അതാണ് നരകം എന്ന് പറയുന്ന സാധനം. അതൊരു വെള്ളത്തിൽ മാത്രമല്ല, കരയ്ക്കലും ഉണ്ട്. ഇത് പലതരത്തിലും പലർക്കും അനുഭവപ്പെടും. അതാണ് വിഷയം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് അതിൽ നിന്ന് കിട്ടുന്നതാണ്. നല്ലത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദാനുഭൂതിയാണ് സ്വർഗം. നല്ലതല്ലാത്തത് ചെയ്തിട്ട് കിട്ടുന്ന അതിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നരകം.
നമ്മൾ വേണ്ടാത്തത് ചെയ്തുകൊണ്ട് വേണ്ടാത്തത് നേടി അതിൽ നമ്മൾ രമിച്ച് ഇരിക്കുന്ന ആ അവസ്ഥയെ നരകം എന്ന് പറയുന്നു. അല്ലാതെ നിങ്ങൾ നരകം വേറെ ഒന്നാണ്, സ്വർഗം വേറെ ഒന്നാണ്, എനിക്കിനിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നരകം സ്വർഗം വേണ്ട, മരിക്കുമ്പോഴല്ല അപ്പം നമുക്ക് എന്താ വേണ്ട വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയുന്ന ആൾക്കാരാണ് മൊത്തത്തിലും നിലകൊള്ളുന്നത്. നല്ലതായിട്ട് കുറഞ്ഞ ആൾക്കാരെ കാണാൻ പറ്റുകയുള്ളൂ. ഒരുപാട് കാലങ്ങൾ നമ്മൾ ജീവിക്കല്ല വേണ്ടത്. നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഒരുപാട് കാലം ജീവിക്കേണ്ട, കുറഞ്ഞ കാലം ജീവിച്ചാൽ മതി. അതൊരുപാട് നല്ലത് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നു. നല്ലതല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാലം ചെയ്ത് ജീവിക്കുന്നതിലും നല്ലത് കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് നല്ലത് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നു. തിരുത്തേണ്ടത് തിരുത്തി, സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചു, നടപ്പിൽ വരുത്തേണ്ടത് നടപ്പിൽ വരുത്തി, നമ്മൾ എടുക്കേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ എടുത്തു, നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കൊടുത്തു. നമ്മൾ നല്ല ഒരു നിയമത്തിൻ്റെ ഉടമസ്ഥകളായി, ഒരു രാജ്യത്തിൻ്റെ ഉടമസ്ഥരായി നമ്മൾ മാറണം നല്ല രീതിയിലൂടെ. ആയതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ കൂടാതെ നമ്മളെ മനുഷ്യനും മനുഷ്യകുലത്തിനും മനുഷ്യ സമൂഹത്തിനും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചേർക്കാതെ കൊണ്ട് നല്ലതായിട്ടുള്ള മാത്രം തിരഞ്ഞെടുത്ത് നല്ലതിനെ മാത്രം നടപ്പിൽ വരുത്തിക്കൊണ്ട്, നല്ലത് കേട്ടുകൊണ്ടും നല്ലത് പറഞ്ഞുകൊണ്ടും നല്ലതിൽ നിന്നുകൊണ്ട് രസിച്ചുകൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നു. എല്ലായിടത്തും ഒരു പറയുന്നതാണ് നരകം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ്. നിങ്ങൾ എവിടെയും പോണ്ട. നമ്മൾ കാണുന്നത് എല്ലാവരും പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടില്ല. ഓരോരോ കുടുംബങ്ങൾ വിഷമിച്ച് പോകുന്നു, ഓരോരോ രോഗങ്ങളുണ്ടായിട്ട് ആ വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ കുട്ടികളോ ഭാര്യയോ ഭർത്താവോ സഹോദരനോ സഹോദരിയോ പോകുമ്പോഴുള്ള അവരുടെ വിഷമങ്ങളൊന്നും കണ്ടിട്ടുണ്ട്. അപ്രകാരം തന്നെയാണ് ഇപ്രകാരമുള്ളൊരു വിഷയത്തിലേക്ക് വരുന്നത്. അതാണ് നരകം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ, ഒരു അത്താണി പോകുമ്പോൾ, ഒരു അസുഖം ബാധിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലൊരു അക്രമത്തിൽ വഴിപ്പെട്ടു പോകുമ്പോൾ എന്തായിരിക്കും കുടുംബത്തിൻ്റെ സ്ഥിതി, കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കണം, ചിന്തിക്കണം. ഭാര്യ പോയൊരു, ഭർത്താവ് പോയൊരു, കുട്ടികൾ പോയൊരു, മാതാവ് പോയൊരു, പിതാവ് പോയൊരു, കുടുംബം പോയൊരു, എത്ര ആളുകളുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരും പോയവരും നോക്കുമ്പോൾ അത് സത്യം ആരെ ഭാഗത്തിരുന്ന് അസത്യം ആരെ ഭാഗത്തിരുന്ന് എന്നുള്ളതെല്ലാം നമ്മൾ പറയാൻ പോകുന്നത്. അതൊക്കെ എല്ലാം പറയുന്നത് ഒരേ തലത്തിലേക്കാണ്. മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവനും നന്മയിലേക്ക് എത്തിക്കണം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആയിരിക്കണം. എല്ലാ കർമ്മങ്ങളും നല്ലതായിത്തീരണം. അക്രമമില്ലാത്ത നല്ല ക്രമങ്ങളോട് കൂടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. ദുർഗുണങ്ങളില്ലാത്തതായിട്ടുള്ള സൽഗുണങ്ങളുള്ള പ്രവൃത്തികൾ ഏതും ചെയ്യുക. അത് പച്ചക്കറി ഉണ്ടാക്കലാവാം, തെങ്ങിന് വളം ഇടലാവാം, അല്ലെങ്കിൽ എന്ത് ജോലിയും ആയിക്കൊള്ളട്ടെ. ആ ഇതിലൂടെ നമ്മൾ വളരണം. മനുഷ്യ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പറ്റിക്കലുകളോ ചതിക്കലുകളോ പാടില്ല. അതുകൊണ്ട്
ഇനി വരാൻ പോകുന്ന ചില വിഷയങ്ങൾ പറയട്ടെ. ഞാൻ മുമ്പ് പോയ വീഡിയോയിലൊന്നും പറഞ്ഞ് കഴിഞ്ഞ ഈ വേനൽക്കാലത്തല്ല, അതിന് മുമ്പത്തെ ഒരു വേനൽക്കാലത്ത് ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ഞാൻ പണിയെടുക്കണ മേശരിനോട് ഞാൻ വിളിച്ച് പറഞ്ഞ് എനിക്ക് ചൂട് താങ്ങാൻ വയ്യ, ഞാനിനി പണി നിർത്തുകയാണ്. അപ്പോൾ ഓരെന്നോട് ചോദിച്ചു, എന്ത് പണി ഞങ്ങളിതല്ലെങ്കിൽ വേറെ എടുക്കുക, കൂലിപ്പണിയല്ലേ പഠിച്ചിട്ടുള്ളൂ, തലപ്പുറമായി പോകാനും കൂലിപ്പണി എടുക്കാനും കണ്ടു പണിയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പോൾ എടുക്കണമെങ്കിൽ ചൂട് സഹിച്ചിട്ടേ പറ്റൂ, അല്ലാതെ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പണി എടുക്കാം, എനിക്കിപ്പോൾ അത് പറ്റില്ല, കാരണം അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു ചൂട്. അതുപോലെയാണ് ഇനി ഇപ്പോൾ നമ്മൾ ഈ വർഷക്കാലത്ത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മഴ, ഒരുപാട് മഴ കിട്ടിയിട്ടുണ്ട്, ഒരുപാട്. അതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ചൂട് അപ്രകാരമായാൽ താങ്ങാൻ കഴിയാത്തുള്ള ചൂട് വരാനായിരിക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ അവരവർക്ക് നന്ന്. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ കഴിവുള്ളവർ എന്തെങ്കിലും കടം മേടിച്ചിട്ട് വീട്ടിൽ ഒരു റൂമിലെങ്കിലും ഒരു AC വാങ്ങിച്ചിട്ടുണ്ട്. AC കമ്പനിക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയില്ല. നമുക്ക് പണിയെടുത്ത് വീട്ടിൽ വരണം, നമ്മൾ പണിക്ക് പോയി പണിയെടുത്ത് വീട്ടിൽ വരണവന് കുറച്ച് നേരമെങ്കിലും ഒന്ന് സുഖത്തിൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ പാട്. നല്ല കമ്പനീൻ്റെ ഒരു AC വാങ്ങി വയ്ക്കുക ഒരു റൂമിൽ. ആ റൂമിൽ ചൂടുള്ള സമയത്ത് എല്ലാവരും ആ റൂമിൽ കിടക്കുക. കട്ടിലൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കിടക്കാൻ പറ്റുള്ളൂ, കട്ടിലില്ലാതെ കിടക്കുക. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് പറയുന്നത്. എല്ലാവരും വീട്ടിലും AC വെച്ചിട്ട് നിങ്ങൾ കറണ്ട് ബില്ല് കൂട്ടിക്കോളി, അല്ലെങ്കിൽ ആ AC കമ്പനിക്കാർക്ക് നിങ്ങൾ പിന്നെ ഒരു സഹായമായി, അതൊന്നല്ല പറയുന്നത്. ഒരു ദിവസമെങ്കിലും നമ്മൾ ഇരിക്കുന്ന സമയം കുറച്ചെങ്കിലും നമുക്കൊരു സുഖം വേണം, ഒരു സമാധാനം വേണം, ഉറങ്ങുമ്പോഴെങ്കിലും. അതിനു വേണ്ടി ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ വരുന്ന വേനൽക്കാലം ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, ഡിസംബറിൻ്റെ ആദ്യവാരത്തോ അല്ലെങ്കിൽ മധ്യഭാഗത്തോ അല്ലെങ്കിൽ അവസാന വാരത്തോ നല്ല ചൂടാവും. നല്ല ചൂടിലേക്ക് വരാനാണ് നമ്മൾ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ഓരോ നിമിഷവും. ഇപ്പം തന്നെ ഈ നിലമിഞ്ഞാന്നൊക്കെ പണിയെടുത്ത സമയത്ത് നല്ല ചൂട് കൊണ്ടിട്ടില്ലെങ്കിലും ചൂട് നമ്മൾ അനുഭവിക്കുന്ന ചൂട് അതിഭയങ്കരമാണ്. പോകെ ഇനി എന്താവും അവസ്ഥ, രോഗങ്ങൾ വരുന്ന ചൂടിൽ നിന്ന്. അതിന് നമുക്ക് പ്രതിരോധിക്കാൻ എന്ത് വേണം? അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ മത്സ്യമാംസങ്ങളിൽ നമ്മളുള്ള അതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കണം. മാംസത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മീനടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, മീൻ വെച്ചിട്ടുള്ള. മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ മാംസാഹാരം കഴിച്ച് അങ്ങനെ ശീലിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ചൂട് വരുന്ന കാലമാകും. അതുപോലെ തന്നെ ആഹാരത്തിൽ നമ്മൾ പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഈ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മീൻ കഴിക്കുക, ബാക്കിയുള്ള ദിവസം പച്ചക്കറികളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും പച്ചരികളൊക്കെ കഴിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം മീൻ ചേർത്ത് ആഹാരം കഴിക്കുക. അങ്ങനെ എല്ലാ ആഴ്ചയിലും അങ്ങനെ ചെയ്യുക. മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം മാംസം കഴിക്കുക, അന്ന് മത്സ്യം കഴിക്കരുത്. ഇങ്ങനെയൊക്കെ ഒരു ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ആവുകയാണെങ്കിൽ വരാനിരിക്കുന്നതായിട്ടുള്ള വലിയ ദുരന്തങ്ങൾ, ചൂടോട് കൂടിയിട്ടുള്ള ദുരന്തങ്ങൾ വരാനിരിക്കുന്നു. ഇപ്പോൾ പ്രകൃതിയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കാര്യങ്ങളും ആയിട്ടാണ് ഇപ്പോൾ കലി നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെയാണ് വെള്ളപ്പൊക്കങ്ങളായിട്ടും മേഘവിസ്ഫോടനമായിട്ടും ഭൂമി പിളരുന്നതായിട്ടുള്ള ഉരുൾപൊട്ടലായിട്ടൊക്കെയുള്ള കാണിച്ചു തരുന്നു. ഇനി കാണിച്ചു തരാൻ പോകുന്നത് ചൂടിൽ നിന്നാണ്. പ്രകൃതി താണ്ഡവമാടുകയാണ്. അതാണ് വിഷയം. നമ്മളിൽ വളർന്നു വരുന്ന പോരായ്മയുടെ ഭാഗമായി പ്രകൃതി കോപിക്കുന്നു. പ്രകൃതി ദേവി കോപിക്കുന്നു. പ്രകൃതി ദേവി എന്നാൽ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വാളേറ്റോ അല്ലെങ്കിൽ മറ്റുള്ളതായിട്ടോ നമ്മളെ കുറ്റുകയോ കൊല്ലുക, അതൊന്നുമല്ല.
നമ്മുടെ പെരുമാറ്റവും ജീവിത രീതിയും അശുദ്ധമായി തീരുമ്പോൾ പ്രകൃതി തന്നെ പ്രകൃതിയിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നമ്മളെ അറിയിക്കുന്നു. കളിയായി കലക്കി കുന്നും പ്രദേശങ്ങളും ഉരുൾപൊട്ടലായി കലങ്ങി മറിഞ്ഞ് കൽക്കിയായി പലരെയും അമർത്തി വീടും കുടിലും അമ്പലവും പള്ളിയും ദേവാലയങ്ങളും എല്ലാം അതിൽ കലക്കി വരുന്ന ആ ചളിയും മണ്ണും കല്ലും വെള്ളം എല്ലാം കൂടി കലങ്ങി വരുന്നതിൻ്റെ അടിയിലാകുന്നതൊരു സന്ദർഭം നമ്മൾ മുമ്പിലൊക്കെ കണ്ടുപോയാൽ പലയിടത്തും നടക്കുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനത്തിൽ. ആലോചിച്ച് നോക്കാം, നമ്മളൊക്കെ പരിസരത്ത് വന്നാൽ എന്താ സ്ഥിതി. വരാൻ വല്ല സമയമുണ്ടോ? ഏത് സമയത്തും വരാം. അപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന, എനിക്ക് പറയാനുള്ളത്, ഈ രോഗങ്ങൾ വരെ വരുന്നതാണ്. ഈ ഡിസംബർ മാസത്തിൻ്റെ ആദ്യമോ പകുതിയോ അവസാനത്തോ ഒക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സഹിക്കാൻ പറ്റാതെ കൊഴുപ്പ് കൂടുതൽ ശരീരത്തിൽ കെട്ടിക്കിടക്കുമ്പോൾ വേഗം പടർന്ന് പിടിക്കുന്ന രോഗങ്ങൾ വരിക, ചൂടിൻ്റെ കാഠിന്യം കൊണ്ട്, കാലാവസ്ഥൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ട്. അപ്പം അത് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഇങ്ങനൊരു രീതി നിങ്ങൾക്ക് അവലംബിച്ചൂടെ? അതിന് നിങ്ങൾക്ക് ഒരു ചിലവുമില്ല. ഇതൊക്കെ വന്ന് വെട്ടിൻ്റെ ദിവസം 5 10 എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സഹിക്കാൻ പറ്റാത്തതായുള്ള ചൂടിനെ താങ്ങാൻ വേണ്ടി വീട്ടിലൊരു AC കരുതിക്കോളൂ. നിങ്ങളിപ്പം കരുതി വെച്ചാലും നിങ്ങൾ വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ പോരെ. കരുതിക്കോളൂ. വരാനിരിക്കുന്നതായിട്ടുള്ള വിപത്തുകളാണ്. നമുക്കൊന്ന് ഉറങ്ങണമെങ്കിൽ വീട്ടിനകത്തുള്ള ഫാന് മതിയാവില്ല, ചൂട് സമ്മതിക്കില്ല, പുറത്ത് പോയി കിടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും, അകത്ത് കിടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഇല്ലാതായിത്തീരും. ചൂട് നമ്മളെ പുറത്താക്കും, പുറന്തള്ളുന്നു. അതിമാരകമായിട്ടുള്ള ചൂടിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണിത്. ശ്രദ്ധിച്ചോളി. എല്ലാവരോടുമാണ് പറയുന്നത്. ഇതൊരാൾക്ക് വേണ്ടിയോ 2 ആൾക്ക് വേണ്ടിയല്ല, സമൂഹത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ളവർക്ക്. കാരണം മലയാളത്തിൽ പറയുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇത് കേൾക്കുക. പക്ഷേ ഇത് ലോകത്തിനുള്ള സന്ദേശമായിട്ട് കൂട്ടിക്കോളൂ. പ്രകൃതി മാതാവിൽ നിന്നുള്ള വിവരങ്ങളാണ്, ഞാനല്ല പറയുന്നത്. എന്തെങ്കിലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള തെറ്റാണ്. അതിന് ഞാൻ ആദ്യം തന്നെ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അനുഭവിച്ച് പഠിക്കുന്ന ഓരോരോ ഗുണത്തിൽ നിന്നും ഗുണപാഠമാകുന്നതാണ് വരാനിരിക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ. ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്ന കുറച്ച് 3-4 മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടിൽ നിന്നും തന്നെ രോഗങ്ങളുണ്ടാകുന്നു, പകർച്ചവ്യാധികളുണ്ടാകുന്നത് സഹിക്കാൻ പറ്റാത്തതാകുന്നു, മനുഷ്യന് താങ്ങാൻ പറ്റാത്തതാകുന്നു, ചൂട് താങ്ങാൻ പറ്റാത്തതാകുന്നു. ഇതൊക്കെ മനസ്സിലാവാനും അറിയാനായിക്കൊണ്ടാണ് പറയുന്നത്. അതിനു വേണ്ടി തയ്യാറെടുക്കണവർ തയ്യാറെടുത്തോളൂ. മത്സ്യത്തിൻ്റെ ഉപയോഗം ആഴ്ചയിൽ 1 ദിവസമാക്കുക. മാംസത്തിൻ്റെ ഉപയോഗം മാസത്തിൽ 1 പ്രാവശ്യമാക്കുക. മത്സ്യം കഴിക്കണമെന്ന് മാംസം കഴിക്കാതിരിക്കുക. മാംസം കഴിക്കുന്ന ദിവസം മത്സ്യം കഴിക്കാതിരിക്കുക. അരിയും പയറുവർഗ്ഗങ്ങളും കഞ്ഞിയും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ച് ശീലിക്കുക. എന്നാൽ വരുന്ന ആ ചൂടിനെ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാനായിക്കൊണ്ടും ആയതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ അകറ്റാനും പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. പരിശോധിച്ചോളൂ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും. ഇതിപ്പോൾ ആർക്കും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. പ്രകൃതിയിൽ ഒരാൾ പണിയെടുത്ത് പ്രകൃതിയിൽ നിന്നുള്ള ചൂടും തണുപ്പൊക്കെ അറിഞ്ഞ് വളർന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ഇതൊന്നും വേണ്ട. അതൊക്കെ ആർക്കും മനസ്സിലാക്കാം. ഈ പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നത്, പ്രകൃതി മാതാവ് നമുക്ക് കാണിച്ചു തരുന്നതാണ്. സ്വർഗവും ഞാൻ നരകവും ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവനാണ് അവൻ്റെ സ്വർഗം നരകമൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതിന് അവരവർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഭൂമി
ഈ പ്രപഞ്ചം ഇങ്ങനെ കോപിക്കുന്നത്, ഓരോന്ന് കാട്ടിത്തരുന്നത് എല്ലാം ഞാൻ തന്നെ പറയുന്നത് പ്രകൃതിയാണ്, പ്രപഞ്ചമാണ് പറയുന്നത്, പ്രപഞ്ച മാതയാണ് പറയുന്നത്. അതാണ് ഏതായാലും ലോകത്തിലുള്ള എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കേടുപാടുകളിൽ നിന്നും, ചൂടിൽ നിന്നും, അതിഭയാനകപരമായുള്ള ചൂടിൽ നിന്നും, ആയുധിൽ നിന്നുണ്ടാകുന്ന എന്തെല്ലാമാണോ മനുഷ്യന് ദോഷമായി ഭവിക്കുന്നത്, ആയുധിൽ നിന്നുമെല്ലാം ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കണം എന്ന് പ്രാർത്ഥനയോടുകൂടി ഏവർക്കും പ്രണാമം, നമസ്കാരം.